ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു 25 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. വ്യവഹാരിക സമീപനത്തിൻ്റെ മുഖ്യ വക്താവ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ജെ.ബി. വാട്സൺ ആണ്. വ്യവഹാരിക സമീപനത്തിൻ്റെ മുഖ്യ വക്താവ് ജെ.ബി. വാട്സൺ ആണ്. അതുപോലെ പൗരാണിക അനുബന്ധന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് പാവലോവാണ്. പൗരാണിക അനുബന്ധന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് പാവലോവാണ്. ചോദക പ്രതികരണ ബന്ധമാണ് മനുഷ്യ വ്യവഹാരത്തിൻ്റെ അടിസ്ഥാനമെന്ന് അനുമാനിച്ചത് ജെ.ബി. വാട്സൺ. അപ്പോൾ നമ്മൾ 3 ചോദ്യങ്ങളാണ് പഠിച്ചത്. വ്യവഹാരിക സമീപനത്തിൻ്റെ മുഖ്യ വക്താവ് എപ്പോഴും ചോദിക്കാറുള്ളതാണത് ജെ.ബി. വാട്സൺ ആണ്. വ്യവഹാരിക സമീപനത്തിൻ്റെ മുഖ്യ വക്താവ് ജെ.ബി. വാട്സൺ ആണ്. ഇനി പൗരാണിക അനുബന്ധന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് പാവലോവാണ്. പൗരാണികം പാവലോവ് എന്ന് ഓർത്തിരിക്കുക, രണ്ടും പായാണ് അല്ലേ. പൗരാണിക അനുബന്ധനത്തിൻ്റെ ഉപജ്ഞാതാവ് പാവലോവാണ്. ചോദക പ്രതികരണ ബന്ധമാണ് മനുഷ്യ വ്യവഹാരത്തിൻ്റെ അടിസ്ഥാനമെന്ന് അനുമാനിച്ചത് ജെ.ബി. വാട്സൺ ആണ്. ജെ.ബി. വാട്സൺ ആണ്. ചോദക പ്രതികരണ ബന്ധമാണ് മനുഷ്യ വ്യവഹാരത്തിൻ്റെ അടിസ്ഥാനമെന്ന് അനുമാനിച്ചത് ജെ.ബി. വാട്സൺ ആണ്. ഇനി വ്യവഹാരിക സമീപനത്തിൻ്റെ മുഖ്യ വക്താക്കൾ ആരൊക്കെയാണ്? 4 പേരാണ് ഓർത്തിരിക്കുന്നത് അല്ലേ. പാവലോവ്, തോണ്ടേക്ക്, സ്കിന്നർ, ഹള്ള്. അങ്ങനെ ഒരു ഓർഡറിലങ്ങ് ഓർത്തിരിക്കുക. വ്യവഹാരിക സമീപനത്തിൻ്റെ മുഖ്യ വക്താക്കളാണ് പാവലോവ്, തോണ്ടേക്ക്, സ്കിന്നർ, ഹള്ള്. പാവലോവ്, തോണ്ടേക്ക്, സ്കിന്നർ, സി.എൽ. ഹള്ളാണ്. അപ്പോൾ ഒരുമിച്ചങ്ങ് പറയാം. പാവലോവ്, തോണ്ടേക്ക്, സ്കിന്നർ, ഹള്ള് വ്യവഹാരിക സമീപനത്തിൻ്റെ മുഖ്യ വക്താക്കൾ. ഇനി വ്യവഹാരവാദ സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ചോദക പ്രതികരണ ബന്ധ സിദ്ധാന്തങ്ങൾ അല്ലേ. ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധമാണെന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു. അപ്പോൾ വ്യവഹാരവാദ സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ചോദക പ്രതികരണ ബന്ധ സിദ്ധാന്തങ്ങൾ. അപ്പോൾ ഓർത്തിരിക്കുക, വ്യവഹാരിക സമീപനത്തിൻ്റെ മുഖ്യ വക്താക്കൾ ആരൊക്കെയാണ്? പാവലോവ്, തോണ്ടേക്ക്, സ്കിന്നർ, ഹള്ള് അല്ലേ. വ്യവഹാരിക സമീപനത്തിൻ്റെ മുഖ്യ വക്താക്കൾ പാവലോവ്, തോണ്ടേക്ക്, സ്കിന്നർ, ഹള്ള്. വ്യവഹാരവാദ സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്ന പേര് ചോദക പ്രതികരണ ബന്ധ സിദ്ധാന്തങ്ങൾ. ഇനി അനുബന്ധന പ്രതികരണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? അത് പാവലോവാണ്. അനുബന്ധന പ്രതികരണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് പാവലോവാണ്. പാവലോവ് പൗരാണിക അനുബന്ധന സിദ്ധാന്ത പരീക്ഷണങ്ങൾ നടത്തിയ ജീവി നായയാണ് അല്ലേ. പാവലോവ് പൗരാണിക അനുബന്ധന സിദ്ധാന്ത പരീക്ഷണങ്ങൾ നടത്തിയ ജീവി പാവലോവ് പരീക്ഷണങ്ങൾ നടത്തിയ ജീവി ഏതാണ്? നായയാണ് അല്ലേ. പാവലോവിൻ്റെ നായ, പാവലോവിൻ്റെ പാവനായ അല്ലേ. പൗരാണിക അനുബന്ധന സിദ്ധാന്തം പാവലോവ് പരീക്ഷണങ്ങൾ നടത്തിയത് നായയിലാണ്. കൃത്രിമ ചോദകത്തെ സ്വാഭാവിക ചോദകവുമായി ബന്ധപ്പെടുത്തിയുള്ള പഠനമാണ് അനുബന്ധ പഠനം. അപ്പോൾ കൃത്രിമ ചോദകത്തെ സ്വാഭാവിക ചോദകവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പഠനം ഏതാണ്? അനുബന്ധ പഠനമാണ്. അപ്പം ആ 3 ചോദ്യങ്ങൾ ഓർത്തിരിക്കുക. അനുബന്ധന പ്രതികരണ സിദ്ധാന്തത്തിന് ഉപജ്ഞാതാവ് ആരാണ്? പാവലോവാണ്. അനുബന്ധന പ്രതികരണ സിദ്ധാന്തം പാവലോവ് അല്ലേ. പാവലോവിൻ്റെ പൗരാണിക അനുബന്ധന സിദ്ധാന്തത്തിന് പരീക്ഷണം നടത്തിയ ജീവി നായയാണ്. പാവലോവിൻ്റെ പാവനായ അല്ലേ. കൃത്രിമ ചോദകത്തെ സ്വാഭാവിക ചോദകവുമായി ബന്ധപ്പെടുത്തിയുള്ള പഠനമാണ് അനുബന്ധ പഠനം. ഇനി ബന്ധ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് തോണ്ടേക്കാണ് അല്ലേ. തോണ്ടിയല്ലേ നമ്മൾ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഒരാൾക്കാരെ നമ്മൾ തോണ്ടി വിളിക്കത്തില്ലേ. അപ്പോൾ ബന്ധ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? തോണ്ടേക്കാണ് അല്ലേ. അതിൻ്റെ മറ്റൊരു പേരാണ് ബന്ധ സിദ്ധാന്തം അല്ലെങ്കിൽ സംബന്ധവാദ സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് ശ്രമപരാജയ സിദ്ധാന്തമാണ്. അപ്പോൾ ട്രയൽ ആൻഡ് എറർ തിയറി ആരുടേതാണ്? അതും തോണ്ടേക്കാണ് അല്ലേ. ശ്രമപരാജയ സിദ്ധാന്തം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിങ്ങനെ തോണ്ടും. ചിലപ്പോൾ അത് സക്സസ് ആവും, ചിലപ്പം പരാജയപ്പെടും. അങ്ങനെയൊക്കെ ചുമ്മാ ചെറിയ കണക്ഷൻസ് ഒക്കെ വെച്ച് ഓർത്തിരിക്കുക അല്ലേ. അപ്പോൾ ബന്ധ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് തോണ്ടേക്കാണ് അല്ലേ. തോണ്ടി നമ്മൾ ബന്ധം ഉണ്ടാക്കുന്നു എന്ന് ഓർക്കാം. ബന്ധ സിദ്ധാന്തം അല്ലെങ്കിൽ സംബന്ധവാദ സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് ശ്രമപരാജയ സിദ്ധാന്തമാണ്. അപ്പോൾ ശ്രമപരാജയ സിദ്ധാന്തം ആരുടേതാണ്? തോണ്ടേക്കിൻ്റെയാണ് അല്ലേ. ഒന്നെങ്കിൽ നമ്മൾ തോണ്ടുമ്പോൾ ശ്രമം വിജയിക്കും അല്ലെങ്കിൽ പരാജയപ്പെടും അല്ലേ. അപ്പോൾ ശ്രമപരാജയ സിദ്ധാന്തം തോണ്ടേക്കിൻ്റെയാണ്. ഇനി തോണ്ടേക്കിൻ്റെ പഠന നിയമത്രയത്തിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ടതാണ് സന്നദ്ധതാ നിയമം, ഫല നിയമം, അഭ്യാസ നിയമം. അപ്പോൾ സന്നദ്ധതാ നിയമം നമുക്കറിയാം അല്ലേ. ഒരു വിദ്യാർത്ഥി പഠിക്കാൻ സന്നദ്ധനായിരിക്കും, അവനെ പഠിപ്പിക്കണം. അത് പഠിപ്പിച്ചില്ലെങ്കിൽ അവനൊരു അസ്വസ്ഥത ഉണ്ടാകും. സന്നദ്ധത ഇല്ലാത്തപ്പോൾ പഠിപ്പിച്ച് കഴിഞ്ഞാൽ അസ്വസ്ഥത ഉണ്ടാകും എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ സന്നദ്ധതാ നിയമം അതാണ്. ഫല നിയമം എന്താണ്? ഫല നിയമം നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ പിന്നെയും ചെയ്യാൻ നമുക്കൊരു മോട്ടിവേഷൻ വരത്തില്ലേ, ഫല നിയമം. അതുപോലെ അഭ്യാസ നിയമം, എത്ര തവണ അത് ആവർത്തിക്കുന്നു അപ്പോൾ നമുക്ക് അതുമായിട്ട് കൂടുതലൊരു ബന്ധം വരും അല്ലേ. കൂടുതൽ തവണ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ അതിനകത്തേക്ക് ഒരു ഇൻഡെപ്ത് ആയിട്ടൊരു കണക്ഷൻ വരത്തില്ലേ. അപ്പോൾ ഇത് പ്രധാനപ്പെട്ടതാണ്. തോണ്ടേക്കിൻ്റെ പഠന നിയമത്രയങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. സന്നദ്ധത നിയമം, ഫല നിയമം, അഭ്യാസ നിയമം അല്ലേ. അപ്പോൾ ബന്ധ സിദ്ധാന്തത്തിന് ഉപജ്ഞാതാവ് തോണ്ടേക്കാണ്. ബന്ധ സിദ്ധാന്തം അല്ലെങ്കിൽ സംബന്ധവാദ സിദ്ധാന്തം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ശ്രമപരാജയ സിദ്ധാന്തം. ശ്രമപരാജയ സിദ്ധാന്തം ആരുടേതാണ്? അത് തോണ്ടേക്കിൻ്റെതാണ്. തോണ്ടേക്കിൻ്റെ പഠന നിയമത്രയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സന്നദ്ധതാ നിയമം, ഫല നിയമം, അഭ്യാസ നിയമം. സന്നദ്ധത, ഫലം, അഭ്യാസം. സന്നദ്ധത, ഫലം, അഭ്യാസം.
ഇനി പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിന് ഉപജ്ഞാതാവ് ആരാണ്? സ്കിന്നറാണ് അല്ലേ. പ്രവർത്തനാനുബന്ധനം സ്കിന്നർ. സ്കിന്നറുടെ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ പഠന രീതിയാണ് ക്രമീകൃത പഠനം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്കിന്നറുടെ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ പഠന രീതി ഏതാണ്? ക്രമീകൃത പഠനം. അപ്പോൾ ക്രമീകൃത പഠനം ആരുടേതാണ്? സ്കിന്നറുടേതാണ്. ക്രമീകൃത പഠനം സ്കിന്നറുടേതാണ്. ഇനി സ്കിന്നറുടെ ഈ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിൻ്റെ കേന്ദ്ര ബിന്ദു പ്രബലനമാണ് അല്ലേ. പ്രബലനം. അപ്പോൾ പ്രബലന സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? ഈ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തമാണ് പ്രബലന സിദ്ധാന്തം എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രബലന സിദ്ധാന്തം എന്നും പറയുന്നു. അപ്പോൾ പ്രബലന സിദ്ധാന്തം ആരുടേതാണ്? സ്കിന്നറുടേതാണ്. അപ്പോൾ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് സ്കിന്നറാണ്. സ്കിന്നറിൻ്റെ ഈ ഒരു അനുബന്ധന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ പഠന രീതിയുടെ പേര് ഓർത്തിരിക്കുക, ക്രമീകൃത പഠനം. ക്രമീകൃത പഠനം. ഇനി സ്കിന്നറുടെ സിദ്ധാന്തത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്താണ്? പ്രബലനം. അപ്പോൾ പ്രബലന സിദ്ധാന്തം ആരുടേതാണ്? സ്കിന്നറുടേതാണ്. ഇനി സ്കിന്നേറിയൻ സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമ്മാനവും ധനപ്രബലനവും, അതായത് പോസിറ്റീവായിട്ടുള്ള പ്രബലനം. നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളൊന്ന് അപ്രിസിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുക, അപ്പോൾ നമുക്ക് എന്താണ് അത് ധനപ്രബലനമാണ്. ഇനി ശിക്ഷയും ഋണപ്രബലനവും, എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ശിക്ഷ കിട്ടുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഋണപ്രബലനം എന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ടുള്ള പ്രബലനമാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഇത്ര മാർക്കിന് മുകളിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ എംബോസിഷൻ എഴുതണ്ട, അതായത് അശുഭകരമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തെ തടഞ്ഞു നിർത്തി നമുക്ക് അങ്ങനത്തെ ഒരു രീതിയിലാണ് അത് പറയുന്നത്. നെഗറ്റീവായിട്ട് നമ്മൾ ഒരു ശിക്ഷ കൊടുക്കുക, അതുപോലെ തന്നെ നമ്മളൊരു അസുഖകരമായിട്ടുള്ളൊരു സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ് ഋണപ്രബലനം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ സ്കിന്നേറിയൻ സിദ്ധാന്തങ്ങളിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ സമ്മാനവും ധനപ്രബലനവും ശിക്ഷയും ഋണപ്രബലനവുമാണ്. അത് ഈ ധനപ്രബലനവും ഋണപ്രബലനവും ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സ്കിന്നറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടി ഒഴിഞ്ഞ പാത്രമല്ല, സ്വന്തമായി പഠിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞത് ജീൻ പിയാഷെയാണ്. അത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. കുട്ടി ഒഴിഞ്ഞ പാത്രമല്ല, സ്വന്തമായി പഠിക്കാനുള്ള കഴിവുണ്ട് എന്ന് പ്രസ്താവിച്ചത് ജീൻ പിയാഷെയാണ്. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. പിയാഷെയുടെ സിദ്ധാന്തപ്രകാരം നിലവിലുള്ള സ്കീമോ ഉപയോഗിച്ച് പുതിയ സാഹചര്യത്തെ ഉൾക്കൊള്ളുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സ്വാംശീകരണം. എന്താണ്? അപ്പോൾ നിലവിലുള്ള സ്കീമോ ഉപയോഗിച്ച് പുതിയ സാഹചര്യത്തെ ഉൾക്കൊള്ളുന്ന പ്രക്രിയ. നമുക്ക് നിലവിലുള്ള ആ ഒരു സ്കീമയെ ഉപയോഗിച്ചുകൊണ്ട് പുതിയ സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നതിനെയാണ് സ്വാംശീകരണം എന്ന് പറയുന്നത്. നിലവിലുള്ള സ്കീമോ ഉപയോഗിച്ച് പുതിയ സാഹചര്യത്തെ ഉൾക്കൊള്ളുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം. ഇനി പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഉണ്ടാകുന്ന നവീകരണമാണ് സംസ്ഥാപനം. അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് നോളജ് ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് നോളജ് ഉണ്ടാകുമ്പോൾ ഇപ്പോൾ നമുക്കൊരു കാര്യത്തെക്കുറിച്ച് ജനറലായിട്ടൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ പുതിയ അറിവുണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ നിലവിൽ നമ്മുടെ ഉണ്ടായിരുന്ന ചില ധാരണകളൊക്കെ നമുക്ക് മാറും അല്ലേ. കൊച്ചുകാലത്ത് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ വലുതാകുമ്പോൾ അത് അങ്ങനെ അല്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാകുമ്പോൾ എന്ത് ചെയ്യും? ആ ബേസിക് നോളജിനെ നമ്മളൊന്ന് ഓൾട്ടർ ചെയ്യും അല്ലേ. അപ്പോൾ പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഉണ്ടാകുന്ന മാറ്റം, നവീകരണം, പുതുക്കലാണ് സംസ്ഥാപനം എന്ന് പറയുന്നത്. പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഉണ്ടാകുന്ന നവീകരണമാണ് സംസ്ഥാപനം. പരിസ്ഥിതിയുമായി ഇടപെടുമ്പോൾ നാം ഉൾക്കൊള്ളുന്ന പുതിയ നൈപുണികൾ അറിയപ്പെടുന്നത്. പരിസ്ഥിതിയുമായി ഇടപെടുമ്പോൾ നാം ഉൾക്കൊള്ളുന്ന പുതിയ നൈപുണികളാണ് സ്കീമ എന്നറിയപ്പെടുന്നത്. സ്കീമ എന്താണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ടല്ലേ. അപ്പോൾ നമ്മളൊരു സിറ്റുവേഷനിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളുമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ നമ്മളിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടായി വരുന്നല്ലേ, പുതിയ പുതിയ നൈപുണികൾ നമ്മൾ നേടിയെടുക്കുന്നത്. അതിനെയാണ് സ്കീമ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരിസ്ഥിതിയുമായി ഇടപെടുമ്പോൾ നാം ഉൾക്കൊള്ളുന്ന പുതിയ നൈപുണികളാണ് സ്കീമ എന്ന് പറയുന്നത്. ഇനി വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഏകകം ഏതാണ്? സ്കീമയാണ്. വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഏകകം എന്ന് പറയുന്നത് സ്കീമയാണ്. അപ്പോൾ പ്രധാനമായിട്ടുള്ളത് സ്വാംശീകരണമാണെന്ന് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പിയാഷെയുടെ സിദ്ധാന്തപ്രകാരം നിലവിലുള്ള സ്കീമ ഉപയോഗിച്ച് പുതിയ സാഹചര്യത്തെ ഉൾക്കൊള്ളുന്നതാണ് സ്വാംശീകരണം. നമ്മളുള്ള നോളജ് വെച്ചിട്ട് സ്കീമ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പരിസ്ഥിതിയുമായിട്ട് ഇടപെടുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ, ഒരു കുട്ടി വലുതായി വരുമ്പോൾ സൊസൈറ്റിയുമായിട്ട് ഇടപെടുമ്പോൾ അവന് കുറച്ച് നൈപുണികളുണ്ടല്ലോ, അതാണ് സ്കീമ. അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് പോവുക അല്ലെങ്കിൽ കോളേജിലേക്ക് പോകുമ്പോൾ പുതിയ സാഹചര്യങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം. നിലവിലുള്ള അറിവ് വെച്ചിട്ട് പുതിയ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നതാണ് സ്വാംശീകരണം. ഇനി പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഉണ്ടാകുന്ന മാറ്റം. അപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് കോളേജിലേക്ക് പോകുമ്പോൾ അപ്പോൾ സ്കൂളിൽ നമുക്ക് ഉണ്ടായിരുന്ന കുറച്ച് ധാരണകളൊക്കെ കോളേജിൽ ചെല്ലുമ്പോൾ മാറും അല്ലേ. അപ്പോൾ അങ്ങനെ മാറുന്നതാണ് സംസ്ഥാപനം എന്ന് പറയുന്നത്. അപ്പോൾ പരിസ്ഥിതിയുമായി ഇടപെടുമ്പോൾ നാം ഉൾക്കൊള്ളുന്ന പുതിയ നൈപുണികൾ അറിയപ്പെടുന്നത് സ്കീമയാണ്. ഇനി വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഏകകം എന്ന് പറയുന്നത് സ്കീമയാണ്. അത് പ്രത്യേകം ഓർത്തിരിക്കുക. വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഏകകം എന്താണ്? സ്കീമയാണ്. ഇനി സ്കീമകളുടെ ആന്തരിക പുനർവിന്യാസവും കൂട്ടിച്ചേർക്കലും വഴി ശക്തവും പരസ്പര ബന്ധിതമായ ഒരു മാതൃഘടന രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് സംയോജനം. അതും പ്രധാനപ്പെട്ടതാണ്. സ്കീമകളുടെ ആന്തരിക പുനർവിന്യാസം, അതായത് പുതിയ കാര്യങ്ങൾ വരുമ്പോൾ ചിലത് ആ ഒരു അറേഞ്ച്മെൻറ്റിനൊക്കെ മാറ്റം വരും അല്ലേ. അപ്പോൾ പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കും. അങ്ങനെ ശക്തമായിട്ടൊരു മാതൃഘടന രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് സംയോജനം. സംയോജിക്കുക, ചേരുക, പല കാര്യങ്ങൾ ചേർന്ന് കഴിഞ്ഞ് ഒരു പുതിയ, അതായത് നമ്മൾക്കുള്ള നോളജിലേക്ക് പുതിയ കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഓർഡറൊക്കെ ഒന്ന് മാറി ഒരു പുതിയ ഘടന
രൂപം കൊള്ളുന്നതാണ് സംയോജനം. സ്കീമുകളുടെ ആന്തരിക പുനർവിന്യാസവും കൂട്ടിച്ചേർക്കലും വഴി ശക്തവും പരസ്പര ബന്ധിതവുമായൊരു ജ്ഞാതൃഘടന നമ്മുടെ ഉള്ളിൽ രൂപം കൊള്ളുന്നതാണ് സംയോജനം. ഇനി ബാഹ്യ ലോകവുമായി പൊരുത്തപ്പെടുന്നതിന് പരിസ്ഥിതിയുമായി ഇടപെട്ടുകൊണ്ട് സ്കീമുകൾ നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയയാണ് അനുരൂപീകരണം. അപ്പോൾ നമുക്കൊരു ബേസിക്കായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ, കുറച്ച് നേച്ചറൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ മറ്റൊരു സിറ്റുവേഷനിലേക്ക് ബാഹ്യ ലോകവുമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ അവരുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടത്, അല്ലാതെ എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ബാഹ്യ ലോകവുമായിട്ട് പൊരുത്തപ്പെട്ട് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് അതിനോട് ചേരുന്ന രീതിയിൽ സ്കീമുകൾ നമ്മൾ നിർമ്മിച്ചെടുക്കണം. അതാണ് അനുരൂപീകരണം. അനുരൂപപ്പെട്ട് പോവുക അല്ലേ. ബാഹ്യ ലോകവുമായി പൊരുത്തപ്പെടുന്നതിന് പരിസ്ഥിതിയുമായിട്ട് ഇടപെട്ടുകൊണ്ട് സ്കീമുകൾ നിർമ്മിച്ചെടുക്കണം. ആ സിറ്റുവേഷനിൽ ചെന്നിട്ട് ആ സിറ്റുവേഷനുമായിട്ട് ഇടപെട്ട് അതിനോട് ചേരുന്ന രീതിയിൽ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നിട്ട് വേറൊരു വീട്ടിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് എങ്ങനെയാണ്, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ വേറൊരു വീട്ടിൽ പോകുമ്പോഴത്തേക്കിനും അവിടുത്തെ പരിസ്ഥിതിയുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ നമ്മൾ നമ്മുടെ സ്വഭാവമൊക്കെ മാറ്റിയെടുക്കും. അതാണ് അനുരൂപീകരണം എന്ന്. അതായത് എക്സാമ്പിളിലൂടെ പറഞ്ഞതേ ഉള്ളൂ. ബാഹ്യലോകവുമായി പൊരുത്തപ്പെടുന്നതിന് പരിസ്ഥിതിയുമായിട്ട് ഇടപെട്ടുകൊണ്ട് സ്കീമുകൾ നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയയാണ് അനുരൂപീകരണം. ഇനി ബ്രൂണറുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. ഇത് ബൈഹാർട്ടായിട്ട് നമ്മൾ എപ്പോൾ ചോദിച്ചാലും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ബ്രൂണറുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. കുട്ടികളുടെ മനോചിത്രങ്ങളുടെ ആവിഷ്കാരം നടക്കുന്നത് ബിംബന ഘട്ടത്തിലാണ്. മനോചിത്രങ്ങൾ, അവരുടെ ഉള്ളിലുള്ള കുറച്ച് ഇമാജിനേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആവിഷ്കരിക്കപ്പെടുന്നത് ബിംബന ഘട്ടത്തിലാണ്. വൈജ്ഞാനിക അനുഭവങ്ങൾ സ്വീകരിക്കുന്നതും പ്രകടിപ്പിക്കുന്നതുമായ പ്രതീകങ്ങൾ ഭാഷ വഴി അവതരിപ്പിക്കുന്നതാണ് പ്രതിരൂപാത്മക ഘട്ടം. അപ്പോൾ വൈജ്ഞാനികമായ അനുഭവങ്ങൾ സ്വീകരിക്കുകയും അത് പ്രകടിപ്പിക്കുന്ന പ്രതീകങ്ങൾ ഭാഷ വഴി അവതരിപ്പിക്കുന്നു. നമ്മളോട് ആ ഒരു പ്രതീകങ്ങളെക്കുറിച്ച് നമ്മളടുത്ത് സംസാരിച്ച് ഭാഷ വഴി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് പ്രതിരൂപാത്മക ഘട്ടം. അപ്പോൾ ബ്രൂണറുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 മസ്റ്റായിട്ട് ഓർത്തിരിക്കുക. പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. അപ്പോൾ 25 മെയിനായിട്ടുള്ള പോയിൻറ്റ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ലോങ് വീഡിയോസ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം എടുക്കുമല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് പഠിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്